അങ്ങനെ നമ്മുടെ സീരീസിന്റെ 20ാമത്തെ എപ്പിസോഡാണ് ഇന്ന്. മൈ ലൈഫ് മൈ മൂവി. ഇന്ന് നമ്മൾ പറയേണ്ട വിഷയം ഔഡി പ്ലസിന്റെ 3 എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് സിനിമയ്ക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വിഷമഘട്ടങ്ങളും അതിലെ പാഠങ്ങളും ഒക്കെ തന്നെയായിരുന്നു, എൻ്റെ അനുഭവങ്ങൾ കൂടി ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പറ്റണം എന്ന് ആഗ്രഹത്തോടു കൂടി സംസാരിക്കുകയാണ്. കാര്യം ഔഡി പ്ലസിന്റെ ഒരു സ്റ്റോറി ഇനിയും അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സിറ്റുവേഷൻ ആണ്. കാരണം ഒരുപാടുണ്ട് പറയാൻ. അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ലിമിറ്റേഷൻ ആക്കി അങ്ങ് പറയുകയാണ്. എങ്കിലും വിട്ടുപോകുന്ന ഒരുപാട് സംഭവങ്ങൾ കാണാം. അത് എന്തായാലും മാക്സിമം ഓർമ്മ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു പോവുകയാണ്. അങ്ങനെ സിനിമയുടെ ചിത്രീകരണമൊക്കെ കഴിഞ്ഞു. കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും പലർക്കും പല പൈസകളും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. പലരും സഹായിച്ചതാണ്. അപ്പോൾ ഈ മൂവി കച്ചവടം ചെയ്തു. നമ്മൾ പ്രോഡക്റ്റ് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കി, പക്ഷെ അത് ഒന്ന് പ്രോഡക്റ്റ് ചെയ്യണമെങ്കിൽ അതിന് കച്ചവട നിലവാരത്തിലേക്ക് ഒരാൾ നമ്മുടെ പ്രോജക്റ്റിനെ എടുക്കണമെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഉണ്ടാവണം. അതായത് ക്വാളിറ്റി ബേസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ച സിനിമ ആക്ഷൻ സ്റ്റോറി വിത്ത് ആക്ടിങ് വിത്ത് മേക്കിംഗ് ആണ്. ഒരു നല്ല സ്റ്റോറി ഉണ്ടാവുക, അത് നന്നായിട്ട് ആക്ട് ചെയ്യുക. ഈ രണ്ട് സാധനവും നന്നായിട്ട് കുക്ക് ചെയ്യുമ്പോഴാണ് അതൊരു വിഭവസമൃദ്ധമായ ഭക്ഷണമായി മാറുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആയി മാറുന്നത്. അപ്പോൾ അങ്ങനെ വിഭവസമൃദ്ധമായ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കൂട്ടുകൾ വേണം. ആ കൂട്ടുകൾ ക്യാമറയാവാം, എഡിറ്റിംഗ് ആവാം, BG ആവാം, ഫോളി ആവാം, ഡബിങ് ആവാം, അങ്ങനെ ലൈറ്റപ്പ് ആവാം, പ്രൊമോഷൻ ആവാം, പോസ്റ്റർ ആവാം. നമുക്കറിയാം, എത്ര വില പിടിച്ച സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കിയാലും ആ ബിരിയാണിയിൽ എന്തെങ്കിലും ഒന്ന് കൂടുകയോ കുറഞ്ഞോ പോയാലോ തീർച്ചയായിട്ടും അതെടുത്ത് കളയേണ്ട ഒരു അവസ്ഥ വരും, അല്ലെങ്കിൽ ആരും വില കൊടുത്ത് വാങ്ങാൻ തയ്യാറാവില്ല. അതേപോലെ തന്നെ ഞാനും എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു, ഞങ്ങളുടെ തുടക്കം ഒരു സംരംഭമാണ്, ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിന് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തുടക്കമായതിന്റെ പേരിൽ സിനിമ എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയും 2 കോടി രൂപയും ഒക്കെ മുടക്കി എടുത്താൽ അതിൻ്റെതായ ക്വാളിറ്റി കിട്ടും. പക്ഷെ അത്രയും വലിയൊരു ഫണ്ട് ഇല്ലാത്തതിന്റെ പേരിൽ ഞങ്ങൾക്ക് അത്യാവശ്യം ആ ഫിലിം ഒന്ന് പൂർത്തീകരിക്കണം, ഞങ്ങളുടേതായ ഒരു ചെറിയ പ്രോജക്റ്റ് ഉണ്ടാവണം, ഞങ്ങളുടേതായ ഒരു സിനിമ ഉണ്ടാവണം. കാര്യം പലരും പറഞ്ഞു നിങ്ങൾ ഷോർട്ട് ഫിലിം എടുത്ത് പഠിക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ ഷോർട്ട് ഫിലിം എടുത്തു കഴിഞ്ഞാലും ഇത്രയൊക്കെ കഷ്ടപ്പെടുന്ന പാടുകൾ, അതായത് 1/2 മണിക്കൂറുള്ള ഷോർട്ട് ഫിലിമിനും ഈ പറയുന്ന എല്ലാ ടാസ്കുകളും ഉണ്ട്. കാരണം ക്യാമറ ചെയ്യണം, സ്റ്റോറി വേണം, ഫുഡ് വേണം, ട്രാവൽ എക്സ്പെൻസ് വേണം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ സിനിമ ചെയ്യുമ്പോൾ അതിന്റെ ഒരു വില കിട്ടും നമുക്ക്. അതുപോലെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകം ലേബിളാണ്. അപ്പോൾ ഒരുപക്ഷെ പുറത്തു നിന്ന് നോക്കുന്ന ആൾക്കാർക്കൊന്നും പെട്ടെന്ന് കയറി വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് സിനിമ. കാരണം പല പല വലിയ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ വരെയും സിനിമയെടുത്ത് പൊട്ടിപ്പോയ ആൾക്കാരുണ്ട്, ആത്മഹത്യ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും എൻ്റെ മനസ്സിലൊരു ഉറച്ച തീരുമാനമുണ്ട്. കാരണം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ തന്നെയും തീർച്ചയായിട്ടും വലിയ തകർച്ച ഉണ്ടാവരുത്. കാര്യം 1 കോടി രൂപയൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് കൊടുക്കാൻ, റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ പെട്ടുപോകും. അപ്പൊ അതുകൊണ്ട് ചെറിയ പ്രോജക്റ്റ് ആണെങ്കിൽ അത് ഒരു വ്യക്തിയുടെ അല്ലാതെ എല്ലാ ആർട്ടിസ്റ്റുകളും കൂടെ ഒരുങ്ങി അവരുടെ ഒരു പ്രോജക്റ്റിനായിട്ട് ക്യാമറയ്ക്കും ഫുഡിനും മേക്കപ്പിനും ഒക്കെ എല്ലാവരും കൂടി ഷെയർ ഇട്ട് അവരുടെ ആവശ്യം കൂടി ആയിരിക്കണം സിനിമ. അപ്പോഴാണ് ഒരാൾക്ക് മാത്രം ഒരു ബാധ്യത ഉണ്ടാവാതിരിക്കുകയും അഥവാ എന്തെങ്കിലും നമുക്ക് സാമ്പത്തികം കിട്ടിയില്ലെങ്കിലും പിന്നീട് ഒരെണ്ണം ചെയ്യാനൊക്കെ. നേരെ മറിച്ച് ഒരു വ്യക്തിയുടെ ഫണ്ടാണെങ്കിൽ അവന്റെ ലൈഫ് മൊത്തം വേസ്റ്റ് ആയി പോകും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പ്രൊഡ്യൂസറിനെ ഞാനോ അല്ലെങ്കിൽ എൻ്റെ ആർട്ടിസ്റ്റുകളോ ഒരു കാരണവശാലും ഒരു കച്ചവട നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഔഡി പ്ലസ് കച്ചവടം നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യത്തിന്റെ ഓട്ടമായിരുന്നു. ഏതൊരു കാര്യത്തിനും ബിസിനസ് നടന്നെങ്കിലേ വീണ്ടും അത് ഉണ്ടാക്കാനൊക്കെ ഉള്ളൂ, കുറച്ചുകൂടി മെച്ചപ്പെടുത്തി ഉണ്ടാക്കാനൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് പ്രൊഡ്യൂസറൊന്നും ഇല്ല, കിട്ടിയ 4-5 ക്യാമറ കൊണ്ട് പല ക്യാമറ കൊണ്ട് ചെയ്തിട്ടുണ്ട്. റെഡിൽ തുടങ്ങി, അതേപോലെ സോണി 7S 2-ൽ ചെയ്തിട്ടുണ്ട്, 3-ൽ ചെയ്തിട്ടുണ്ട്, കാനോണിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ടോണും ആകുമ്പോൾ ഈ ക്യാമറയ്ക്കെല്ലാം ഡിഫറെന്റ് ടോണുകളാണ്. ഇതിനെ ഗ്രേഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് വലിയ ഗ്രേഡിങ്ങിലോട്ടൊന്നും പോകേണ്ട വന്നില്ല. കാരണം ചെറിയ OTT പ്ലാറ്റ്ഫോമിൽ ഹൈ ഹോപ്സിലായിരുന്നു കൊടുത്തത്. അപ്പൊ അതിനകത്ത് ആകെപ്പാട് ഒരു 10,000-15,000 രൂപ ടോട്ടൽ കിട്ടിയിട്ടുള്ളൂ. ഇനി അത് നമുക്ക് AI ഒക്കെ വരുന്ന ഒരു സാഹചര്യമാണ്. വേണമെങ്കിൽ അത് റീഅപ്ലോഡ് ചെയ്ത് ഒരു 4K ക്വാളിറ്റിയിലേക്ക് ആക്കി പക്ക ഗ്രേഡിംഗ് ഒക്കെ ചെയ്ത് എനി ലാംഗ്വേജിലേക്ക് നമുക്ക് വിടാൻ പറ്റും. ഒന്ന് ഹിന്ദി അല്ലെങ്കിൽ തമിഴ്, അങ്ങനെയുള്ള എനി ലാംഗ്വേജിലേക്ക് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചില കമ്പനിക്കാരൊക്കെ എങ്ങനെ എടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ബിസിനസ്സിന് സ്കോപ്പ് ഉണ്ട്, കാര്യം നമ്മൾ പ്രോജക്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് മലയാളത്തിൽ നമ്മളത് കാണുമ്പോൾ യൂട്യൂബിൽ തന്നെയും പല ഭാഗത്തും അത് മ്യൂട്ടാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. കാര്യം എൻ്റെ സിനിമയുടെ ബിസിനസ് നടന്നില്ല. സാധാരണ ഒരു സിനിമ വിജയിച്ചു, സക്സസ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതോട് കൂടിയിട്ട് ആ സംവിധായകന്റെയും ആർട്ടിസ്റ്റിന്റെയും ഒക്കെ നിലവാരങ്ങൾ മാറുകയാണ്. പക്ഷേ ഈ 2-3 സിനിമകൾ ചെയ്തിട്ടും എനിക്ക് സക്സസിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആർട്ടിസ്റ്റുകൾ പലരും ഇതിനകത്ത് വന്നു പെട്ടു, അവർക്ക് നല്ല കഥാപാത്രം കൊടുത്തു, അവരതിന് ആപ്റ്റായി, അത് ജനങ്ങൾ കുറെ ആൾക്കാർ സ്വീകരിച്ചു, പലർക്കും വേഷം കിട്ടി, അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് നല്ല കാര്യം, സന്തോഷം.
പക്ഷേ നമ്മൾ പിന്നീട് ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് 5, 6, 7 പെൺഡ്രൈവിനകത്തൊക്കെയാണ് 100 GB, 50 GB, 20 GB ഒക്കെ പെൺഡ്രൈവിനകത്താണ്. കാര്യം ഹാർഡ് ഡിസ്ക് വാങ്ങിക്കാൻ അന്ന് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ പോയി പഴയ ഹാർഡ് ഡിസ്ക് നമ്മുടെ കമ്പ്യൂട്ടർ ഷോപ്പിൽ നിന്നൊക്കെ 250 GB, 500 GB ഒക്കെ പഴയ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് വന്ന് 2, 3 എണ്ണത്തിനകത്തൊക്കെ കോപ്പി ചെയ്യാറുണ്ട്. ഞങ്ങൾ ഒരു പക്ഷെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഹാർഡ് ഡിസ്ക് വാങ്ങാൻ ഗതിയില്ലാതെ ഞങ്ങൾ പിന്നെ ഒരു കാർഡുമായിട്ട്, ഈ കാർഡ് 4K എടുക്കുന്നതിന്റെ പേരിൽ, കനോണിൽ 4K എടുക്കുന്നതിന്റെ പേരിൽ 4, 5 ക്ലിപ്പാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ 5 ക്ലിപ്പും ഷൂട്ട് ചെയ്തിട്ട് അത് കൊണ്ടുപോയി പല പല കടകളിലും കോപ്പി ഇട്ടിട്ടുണ്ട്. പലരും ഈ കാർഡുമായിട്ട് ചെല്ലുമ്പോൾ എടുക്കത്തില്ല, കാര്യം വൈറസ് ഒക്കെ ഉണ്ട്, സ്റ്റുഡിയോയിലാണ് ചെല്ലുന്നത്. അപ്പോൾ വൈറസ് ഉണ്ടെന്ന് പേടിച്ചിട്ട് അവർ എടുക്കത്തില്ല. അങ്ങനെ നടന്ന് എവിടേക്കോ നടന്ന് 5-6 സ്റ്റുഡിയോയിലായിട്ട് ഇതൊക്കെ കൊണ്ടുവന്ന് കോപ്പി ചെയ്തിട്ടിട്ട് വീണ്ടും വന്ന് ഞങ്ങൾ ആ കാർഡ് ഇട്ട് ഷൂട്ട് ചെയ്യും. വീണ്ടും ആ സാധനം കൊണ്ടുവന്ന് അടുത്ത മെമ്മറി ഫുൾ ആവുന്നത്, അതായത് 5 ക്ലിപ്പ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ സാധനം വീണ്ടും കരുനാപ്പള്ളി ഏകദേശം ഒരു 8-10 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഈ സാധനം കോപ്പി ചെയ്യുന്നതും. അങ്ങനെ വളരെ വൈഡായിട്ട് കഷ്ടപ്പെട്ട പഠിച്ച അനുഭവമുള്ള ഒരു സംഭവമാണ് ഔഡി പ്ലസ്. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. കാര്യം ഹാർഡ് ഡിസ്ക് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെ, ഒരു സിനിമയ്ക്ക് ഒരു ഹാർഡ് ഡിസ്ക് വാങ്ങാൻ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4 TB ഹാർഡ് ഡിസ്കിന് ഏകദേശം ഇപ്പോൾ നിലവിൽ എനിക്ക് തോന്നുന്നു ഒരു 12,000 രൂപ റേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ 4, 5 ഹാർഡ് ഡിസ്കുകളാണ്. അപ്പം നമുക്ക് ഹാർഡ് ഡിസ്കിന്റെ, അതായത് നമ്മൾ ചെയ്യുന്നതിന് ഒരു പാത്രം വേണം വാങ്ങാൻ. ഒരെണ്ണത്തിനകത്തൊന്നും ചോർന്ന് പോയാൽ അടുത്തതിനകത്ത് കാണണം. കാര്യം ഷൂട്ടിംഗ് ചെയ്ത സാധനം ഒരിക്കലും പിന്നീട് നമുക്ക് രണ്ടാമത് ക്രിയേറ്റ് ചെയ്യാനൊക്കില്ല. അപ്പൊ അതുകൊണ്ട് സേഫ്റ്റിക്കായിട്ട്, ഫീഡ്ബാക്കിനായിട്ട് 2, 3, 4 ഹാർഡ് ഡിസ്കുകൾ എടുത്ത് വെച്ചേക്കുന്ന പല ആൾക്കാരും ഉണ്ട്. കാര്യം ബ്രെഡിന്റെ ഫുട്ടേജ് ഒക്കെ ഏകദേശം 3 GB, 4 GB ആരി പോലുള്ളൊക്കെ ആകുമ്പോൾ നല്ല സൈസ് വരും. അതായത് ഞാൻ ഇരുന്ന് സംസാരിക്കുന്ന ഈ ഒരു ഷോട്ട് ഒറ്റ ഷോട്ടാണ്. ഇതിന്റെ ടോപ്പിൽ നിന്ന് എടുക്കുമ്പം ഈ ഒരു സീൻ തന്നെ, അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് തന്നെ രണ്ടാമത്തെ ഷോട്ട് മുകളിൽ നിന്ന്, പിന്നീട് ലോങ്ങിൽ വെച്ചിട്ടുണ്ടാകുമ്പോൾ 4, പിന്നെ ഗ്രൗണ്ട് അല്ലെങ്കിൽ സൈഡ് അല്ലെങ്കിൽ ബാക്ക്, അങ്ങനെ ഞാൻ ഈ ഇരിക്കുന്ന ഒരു ഷോട്ടാണ്. ഈ ഷോട്ട് തന്നെ 4, 5 ആംഗിളിൽ സാധനം വരുമ്പോൾ ഏകദേശം ഈ സംസാരിക്കുന്ന ചെറിയ 1 സെക്കൻഡ് എങ്കിൽ 1 സെക്കൻഡ്, അല്ലെങ്കിൽ 10 സെക്കൻഡ് എങ്കിൽ 10 സെക്കൻഡ്, ഈ സാധനം 5 ഷോട്ടിലേക്ക് വരുമ്പോൾ, 5 ആംഗിളിലേക്ക് വരുമ്പോൾ ഇത് ഏകദേശം ഈ ഒറ്റ സാധനം തന്നെ ഏകദേശം 10 GB വരെയും പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിനെയൊക്കെ സൂക്ഷിക്കണമെങ്കിൽ അത്രയും വലിയൊരു പാത്രം വേണം. ആ പാത്രം അഥവാ ചോർന്നു പോയാൽ അതിനടിയിൽ വേറൊരു കോപ്പി കാണണം അതിനകത്ത്. കാര്യം സിനിമ ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ സിനിമയ്ക്ക് ഏകദേശം നോക്കുമ്പോൾ 1 ലക്ഷം രൂപ തന്നെ പാത്രം വാങ്ങാൻ വേണ്ടി മാത്രം വരും, അതായത് സേഫ്റ്റിക്ക് വേണ്ടി. ഇതൊന്നും ഇല്ലാതെ അനുഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ ലാസ്റ്റ് ഈ പെൺഡ്രൈവുകൾ കളക്ട് ചെയ്ത് കിട്ടി. അതിനുശേഷം ഷൂട്ട് പൂർണ്ണമായി. എന്തായാലും ക്യാമറാമാൻ ബിജു പൊത്തങ്കോടിന് വണ്ടിക്കൂലി പോലും കൊടുക്കാൻ പറ്റാതെ ഒരു 10-15,000 രൂപയോളം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഒരു 10 രൂപയോളം പിന്നീട് ബാലൻസ് കിടക്കുക, അതൊന്നും പിരിഞ്ഞു കിട്ടിയില്ല. എന്തായാലും പുള്ളിയുടെ ആ മാനസികമായ സപ്പോർട്ട് കൊണ്ട് ഞങ്ങളുടെ കൂടെ നിന്ന് അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം തീർത്തു വന്നു. അവസാനം വണ്ടിക്കൂലി ഇല്ലാതെ പോലും കരുനാഗപ്പള്ളി ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നെ എങ്ങനെയൊക്കെയോ മറിച്ച് അവരുടെ ക്യാമറാമാന്റെ വീട്ടിൽ തന്നെ പറഞ്ഞ് ആ പൈസ ബിജുവേട്ടന് ഇട്ടു കൊടുത്തിട്ടാണ് ബിജുവണ്ണൻ പിന്നെ തിരിച്ചു നാട്ടിലേക്ക് പോകുന്നത്. അത്രയും സഹകരിച്ചുകൊണ്ടാണ് ഔഡി പ്ലസ് ഇറങ്ങിയത്. അതൊന്ന് തുറന്ന് പറയാതിരിക്കാൻ വയ്യ. കാര്യം ഒരു സിനിമാറ്റോഗ്രാഫറുടെ ഒരു ഞങ്ങളോട് കാണിച്ച ഒരു സഹകരണ മനോഭാവമാണ്. അപ്പം അങ്ങനെ എന്തായാലും ഈ സാധനമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇതിന്റെ ഫസ്റ്റ് കടു, അതായത് റഫ് കട്ടാണ്. ഇതിനെല്ലാം റഫ് കട്ട് ചെയ്യണം. അതിനു മുമ്പേ ഒരു കാര്യം കൂടെ പറയാം. ക്ലൈമാക്സ് റൗണ്ട് ഞങ്ങൾക്ക് ഒരു സബ് ജയിലുണ്ട്. ഈ സബ് ജയിലിൽ ഞങ്ങൾ മാവേലിക്കര, അതേപോലെ കുറേ ജയിലുകൾ ഇങ്ങനെ പോയപ്പോൾ, ആലപ്പുഴയിലൊക്കെ പോയപ്പോൾ 5 മിനിറ്റ് ആണെങ്കിലും 10 മിനിറ്റ് ആണെങ്കിലും ജയിലിനകത്തു നിന്ന് റിലീസായി പുറത്തേക്ക് വരുന്ന ഒരു വിഷ്വൽ ചെയ്യാൻ വേണ്ടിയിട്ട് 40,000 രൂപയാണ് ഞങ്ങൾക്ക് ചോദിച്ചത്. അപ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള കേസ് കേട്ടല്ല. ഒരു സബ് ജയിലിനകത്ത് വന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ 40,000 രൂപ ചോദിച്ചാൽ അവർ നോക്കുമ്പോൾ സിനിമയാണ്, ചെറുതാണോ വലുതാണോ അല്ലെങ്കിൽ പുതുമുഖങ്ങളാണോ എന്നൊന്നും അവർക്കറിയണ്ട. ഗവൺമെന്റിന്റെ റൂൾസ് ആണ്. റെയിൽവേയും അതേപോലെ തന്നെയാണ്, അതേപോലെ ഫോറസ്റ്റും അതേപോലെ തന്നെയാണ്. അവർക്ക് ഫസ്റ്റ് പൈസകൾ കെട്ടിവെക്കുകയും അതിന്റെ പെർമിഷനും അപ്രൂവ്ഡ് ഒക്കെ എടുത്തിട്ട് വലിയ തലവേദനയുള്ള കേസ് കേട്ടാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ പൈസ ഇല്ലാതെ വന്നപ്പോൾ സബ് ജയിലിൽ ഞങ്ങൾ ചെന്ന് നോക്കി. ആലപ്പുഴ സബ് ജയിലിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കി. അവിടെ ഹെലി പോലും പറത്താനൊക്കത്തില്ല. അപ്പം സബ് ജയിലിന്റെ ഫ്രണ്ടിലേക്ക് ഒരു വാഹനം വന്ന്, കൂട്ടുകാർ വന്ന് സബ് ജയിലിനകത്തുനിന്ന് വരുന്ന ആൾക്കാരെ പിക്ക് ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു സീനാണ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ലാസ്റ്റ് ഈ പൈസ ഇല്ലാതെ വന്നപ്പോൾ ഞങ്ങൾ സൂര്യാസ്, തിരുവനന്തപുരം, എനിക്ക് തോന്നുന്നു സൂര്യാസ് വഴുതക്കാടാണോ ആ ഭാഗം എവിടെയാണ്, കറക്റ്റായിട്ട് മെമ്മറിയിൽ കിട്ടുന്നില്ല. ഈ കോസ്റ്റ്യൂംസ് വാടകയ്ക്ക് കൊടുക്കുന്നത് ഞാൻ എൻ്റെ ചാനലിൽ അത് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. കോസ്റ്റ്യൂം കൊടുക്കുന്ന കുറേ അടിയിലേക്ക് പോയാൽ കാണാം. സൂര്യാസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്നും ജയിലിന്റെ കുറെ കോസ്റ്റ്യൂമിന്റെ കുറെ ഡ്രസ് എടുത്തു. 4 പേര് ജയിലിൽ റിലീസായി വരുന്നു. അപ്പോൾ ഇതിന് സ്പോട്ട് കണ്ടുപിടിക്കേണ്ട ഒരു ഇടവഴി, ഞങ്ങൾ മിക്കവാറും ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഈ റൂമുകളിൽ എടുത്തിരുന്നു. അപ്പം അങ്ങനെ കരുനാഗപ്പള്ളി ആര്യാസിന്റെ ഇടവഴി കറക്റ്റ് ഒരു 2 പേര് നിന്ന് കഴിഞ്ഞാൽ തോളിടിക്കും, ആ രീതിയിലാണ്. അപ്പോൾ GK ഫ്രണ്ടിൽ വരുന്നു, ബാക്കിൽ ഈ 2 പിന്നെ കുറ്റവാളികളും, അതായത് നടന്മാരും
നടന്നു വരുന്ന ഒരു സീക്വൻസ് ആണ്. അപ്പൊ ഇവരുടെ ആ ഒരു ലോഡ്ജിന്റെ ഇടവഴിയിൽ കൂടി എടുത്തു ഫ്രണ്ടിൽ ഒരു കമ്പിനെറ്റ് ഞങ്ങൾ വെച്ചിട്ട് ഇതിനെ മാസ്ക് ഔട്ട് ചെയ്തുകൊണ്ടാണ് ഔഡി പ്ലസിന്റെ സീൻ ചിത്രീകരിക്കുന്നത്. അതേപോലെ തന്നെ വളരെ രസകരമായ ഒരു സംഭവം, പോലീസ് ജീപ്പ് കിട്ടാനില്ല. പോലീസ് ജീപ്പ് വരണമെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് നിന്ന് വരണം, നമ്പർ സഹിതം. അതിന് 16,500 ചിലവാകും. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ടവേര വേണം. ഈ ടവേര പലയിടത്തും ചോദിച്ചു പോലെ ആരും കിട്ടത്തില്ല, വലിയ പ്രശ്നമാണ്. അങ്ങനെ ഞങ്ങൾ പുതിയാവിൽ ഒരുക്കുണ്ട് ഒരു ബേക്കറി ഫുഡ്, ഈ ബേക്കറി സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഇക്കയുടെ വണ്ടി. അങ്ങനെ ഞാൻ ഓടിച്ചിട്ട് പിടിച്ചു, ഒരു ദിവസം കണ്ടപ്പോൾ ഓടിച്ചിട്ട് പിടിച്ച് പുള്ളി അടിക്കാൻ നമ്പർ വാങ്ങിയിട്ടു. എന്തായാലും ഞങ്ങളുടെ ശാസ്താംകോട്ട വെച്ചിട്ട് നിസാം, കായംകുളം നിസാം SI ആയിട്ട് ആദ്യമത്തെ ഒരു സീക്വൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇത് ടാക്സി വണ്ടിയാണ്. അപ്പൊ നമ്പർ പ്ലേറ്റും കാണിക്കാൻ ഒക്കുന്നില്ല, സൈഡും കാണിക്കാൻ ഒക്കാത്ത ഒരു വല്ലാത്ത സിറ്റുവേഷൻ. വൈറ്റ് ടവേരയാണ്, പക്ഷെ ബാക്കിൽ അവരുടെ ഫുഡിന്റെ ഒക്കെ പേരുണ്ട്. അപ്പൊ ചെക്കിങ്ങിന്റെ ഒരു സംഗതിയാണ് നമുക്ക് വിഷ്വൽ ചിത്രീകരിക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ ശാസ്താംകോട്ട ഒരു ഇടഭാഗത്തോട്ട് കയറ്റിയിട്ടു. കാര്യം അന്ന് പെർമിഷൻ ഒന്നും എടുത്തില്ല. ലാസ്റ്റ് ഇതിന്റെ പീക്കൺ ലൈറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട് മോളി വെക്കുന്നത്, അതിന് തന്നെ ഏകദേശം 2,000 രൂപ 3,000 രൂപ വിലയുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ പീക്കൺ ലൈറ്റിന് ഇനിയിപ്പോൾ എറണാകുളത്ത് പോയി പീക്കൺ ലൈറ്റ് എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല, ആക്രിക്കടയിലൊന്നും കിട്ടുന്നതുമില്ല. അങ്ങനെ എനിക്ക് ഷൂട്ട് ചെയ്ത് വന്നതെന്ന് പറയുമ്പോഴത്തേക്കിന് ബിജുവാനൊന്നും വരാത്തൊരു സിറ്റുവേഷനിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അതായത് അദ്ദേഹത്തിന് അസ്കർ വളരെ നല്ലൊരു സപ്പോർട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ അസ്കറുമായിട്ട് എനിക്കുള്ളൊരു പരിചയമൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. കാര്യം അങ്ങനെ പറഞ്ഞു പോയാൽ വേറെ ലോകത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് അസ്കർ അവസാനം വന്നിട്ട് എന്ത് ചെയ്യും? കാര്യം പുള്ളി വന്ന് നിൽക്കുകയാണ്, ലോഡ്ജ് എടുത്തു, ഈ ഫുഡ് വണ്ടി എങ്ങനെയെങ്കിലും പിടിച്ചിട്ടിട്ടുണ്ട്, പോലീസിന്റെ ഒരു സംഗതിയാണ് ചിത്രീകരിക്കേണ്ടത്. അങ്ങനെ പീക്കൺ ലൈറ്റ് ഇല്ലാതെ എന്ത് പോലീസ് ജീപ്പ്? ഒന്നാമത് നമ്പർ പ്ലേറ്റും കാണിക്കാനൊക്കത്തില്ല, കാര്യം ടാക്സിയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ചൈനീസ് മേള ചെന്നിട്ട് ചെറിയൊരു നീല കപ്പ് വാങ്ങിയിട്ട് ഡബിൾ സ്റ്റിക്കർ വെച്ചിട്ട് മുകളിൽ ഒട്ടിച്ചു വെച്ചു. എന്നിട്ട് വൈഡിൽ നിന്നിട്ടാണ് ഷൂട്ട് എടുത്തേക്കുന്നത്. ആ വൈഡിൽ നിന്നുള്ള ഷൂട്ട് നിങ്ങൾക്ക് ഈ ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ ഇവിടെ ഫോട്ടോ ഇടാം, അതിനകത്ത് കാണാം. ദൂരെ നിന്ന് നിങ്ങൾ നോക്കി കഴിയുമ്പോൾ കറക്റ്റ് പീക്കൺ ലൈറ്റ് ആയിട്ട് കാണുള്ളൂ, പക്ഷെ അത് കപ്പാണ്. അങ്ങനെ എന്തായാലും നിസാമാണ് അത് അഭിനയിച്ചിരിക്കുന്നത്, കുഴപ്പമില്ല. നിസാമിന് അഭിനയത്തിനോടൊക്കെ ഭയങ്കര ക്രൈസാണ്. പിന്നെ ഈ പറയുന്ന രീതിയിൽ എല്ലാവരും ഭയങ്കര ശങ്കുകളായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഞങ്ങളുടെ സെറ്റ് ഭയങ്കര സെറ്റായിരുന്നു, ഭയങ്കര സംഭവമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കാര്യങ്ങൾ ചിരിക്കാനും എന്നാൽ ഒരുമിച്ച് പ്രയാസപ്പെട്ടിട്ടൊക്കെയുണ്ട്. പക്ഷെ കൂട്ടം കൂടുമ്പോൾ പല ആൾക്കാരും കുത്തിത്തിരിപ്പുണ്ടാക്കും. ആ കുത്തിത്തിരിപ്പിനകത്ത് പലരും ചിലപ്പോൾ ചേർന്ന് നിന്ന് കുറ്റം പറയും. കാര്യം സിനിമ എന്താണെന്നോ അല്ലെങ്കിൽ അതിന്റെ ടാസ്ക് എന്താണെന്നോ അവർക്ക് അറിയാൻ വയ്യാത്തതിന്റെ പേരിലാണ്. അപ്പൊ അതുകൊണ്ടാണ് വലിയ വലിയ സെറ്റുകളിൽ ഈ ആൾക്കാർ ചെല്ലുമ്പോൾ അവർക്ക് വലിയ വേഷം കൊടുക്കാത്ത. കാര്യം വലിയ വേഷം കൊടുത്താൽ ഇവർ ഉത്തരവാദിത്തമില്ലാതെ കല്യാണം ഉണ്ടെന്നോ ഏതെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഇവർ സിനിമയായിട്ട് പോയാൽ അവർക്ക് നഷ്ടമാവുന്നത് ചിലപ്പോൾ ലക്ഷങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമയെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കുന്ന, എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ സ്നേഹിക്കുന്ന, അതിനെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ മാത്രം ഈ ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും ക്യാമറാമാന്മാരും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കാരണം അതാണ്. അകറ്റി നിർത്തുന്നതിന്റെ കാരണവും ചില ആൾക്കാർ കുത്തിത്തിരിപ്പുണ്ടാക്കും. ഒന്നേ പ്രൊഡ്യൂസറിന്റെ ഇരിക്കുക, അല്ലെങ്കിൽ സംവിധായകന്റെ ഇരിക്കുക, നടിയടിക്കുക, ഇതെല്ലാം പറഞ്ഞ് പ്രശ്നങ്ങളാവും മൊത്തം. അപ്പൊ അതുകൊണ്ട് അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ കാണിക്കുന്നത്. കുറ്റം പറയാനൊക്കത്തില്ല, ഞാൻ പലരെയും കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തോന്നിയാസം കാണിച്ചത് ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഇപ്പോഴത്തെ ഒരു സിനിമയുടെ ഏതോ ഒരു കുണാണ്ടറുണ്ട്. ഈ പുള്ളിക്കാരൻ ഒരു ഫോട്ടോഗ്രാഫറിനെ 1 വർഷത്തേക്ക് സസ്പെൻഷൻ കൊടുത്ത് നിർത്തിയേക്കുന്ന ഒരു സംഭവമുണ്ട്. ഉണ്ണികൃഷ്ണനെയൊക്കെ ആരാണ് വളർത്തിയത്? ഉണ്ണികൃഷ്ണൻ ആക്കിയത് ആരാണ്? അയാളുടെയൊക്കെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നപ്പം പെട്ടി നിറച്ച സിനിമയും കൊണ്ടാണ് വന്നത്. ഈ ലോകത്ത് വന്ന് സാധാരണ ജനങ്ങൾ കഷ്ടപ്പെട്ട് കൊടുത്ത ചില്ലറ തുട്ടുകളുടെ ആ വിയർപ്പിന്റെ തുള്ളികളാണ് ഈ പറയുന്ന ഉണ്ണി ഇട്ടിരിക്കുന്ന അണ്ടർവെയർ ആണെങ്കിലും പറയാതിരിക്കാൻ വയ്യ. അപ്പൊ ഇവന്റെയൊക്കെ അഹങ്കാരങ്ങൾ, ഇപ്പം കോവിഡ് സമയത്ത് എല്ലാ തിയേറ്ററും ബ്ലോക്കായി, അവിടെ താരമില്ല, ഒരു മാങ്ങായും ഇല്ല. കാര്യം സിനിമയില്ലെങ്കിൽ ലോകത്ത് ഒരു മണ്ണാങ്കട്ടയും സംഭവിക്കാനില്ല. പക്ഷെ ജനങ്ങളില്ലെങ്കിൽ ഇവന്മാരുടെയൊക്കെ മറ്റേത് തെറിക്കും, ഉള്ളത് പറയാമല്ല. കാര്യം എനിക്ക് ഈ ഉണ്ണികൃഷ്ണനെയോ അല്ലെങ്കിൽ മോഹൻലാലിനെയോ മമ്മൂട്ടിയൊന്നും എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതി എനിക്കാരും സപ്പോർട്ട് ചെയ്യാൻ ഈ പറയുന്ന ഉണ്ണിയോ അല്ലെങ്കിൽ മോഹൻലാലോ മമ്മൂട്ടിയോ ചേമ്പറോ ഒരുത്തരും വന്നിട്ടില്ല. ഞങ്ങളൊരു DD എടുക്കാൻ പോയപ്പോൾ അവിടെ ചെന്ന് 40,000 രൂപയ്ക്ക് DD എടുത്തുകൊണ്ട് കൊടുത്തപ്പോൾ ഞങ്ങടിക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, കൂട്ടായ്മയിൽ സിനിമ ചെയ്യാൻ പറ്റില്ല എന്ന്. അമ്മയറിയാൻ എന്ന് പറയുന്ന സിനിമ ഷെയർ ഇട്ടിട്ട് എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ടാണ് 10 രൂപയുടെ സിനിമ 10 രൂപ വെച്ചിട്ടാണ് ഷെയർ ഇട്ട് സിനിമ ഉണ്ടായത്. അതൊന്നും ഒരുപക്ഷെ യുവമാരുടെ ചരിത്രം യുവമാർ പഠിച്ചിട്ടില്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ ഇതേപോലുള്ള ഓവർ ഷൈനിങ്ങും ഒരു മാഫിയായി മാറ്റിയിരിക്കുന്ന കലയെ വിറ്റ് തിന്ന് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് ഈ മാതിരിയുള്ള പട്ടി ഷോകൾ ഇറക്കുന്നത്. ചില സമയത്ത് ശാന്തിയുള്ള ദിനേശ് എന്ന് പറയുന്ന കാര്യങ്ങൾ കാണാം, കറക്റ്റ് പച്ച സത്യമാണ് അങ്ങേര് പറയുന്നത് പല കാര്യവും. അങ്ങനെയുള്ളതൊക്കെ സത്യസന്ധമായിട്ട് തുറന്നു പറയും. അപ്പൊ അതിന്റെ പേരിൽ ഈ കക്കുന്നവനും മോട്ടിക്കുന്നവനും ഓവർ പട്ടിഷോ കാണിക്കുന്നവനും ഒന്നും അങ്ങോട്ട് അങ്ങേരെ പിടിക്കത്തില്ല. അതൊക്കെ തന്നെയാണ് സത്യം. അപ്പൊ എന്ത് തന്നെ ആയാലും ഞങ്ങൾക്ക് അന്ന് അവിടെ ചേംബറിൽ ചെന്ന് 40,000 രൂപ അടച്ചപ്പോഴത്തേക്കിന് ഞങ്ങൾ ഷെയർ ചെയ്ത് പിരിച്ചിട്ടിട്ട് പോയ പൈസ ആണ്. പല ആൾക്കാരും സിനിമയെ മോഹിച്ചിട്ട്, എന്നാൽ ആ സമയത്ത് അങ്ങനെയുള്ള ടീമാണെങ്കിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പക്ഷെ അതിന് പോലും ഒരു മനസ്സില്ലാതെ ഞങ്ങളുടെ ഫോമൊക്കെ എടുത്ത് കളഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അറിയിക്കേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇവിടെ അറിയിച്ചിട്ടുണ്ട്, അത് ഞങ്ങളുടെ മര്യാദയാണ്, നിങ്ങൾ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുമോ.
അങ്ങനെ ഞങ്ങൾ ആ പൈസ എടുത്തിട്ട് പിന്നെ ഷൂട്ട് ചെയ്തു. കാര്യം ഇവന്റെ ഒന്നും കോണകം താങ്ങാൻ പോകുന്ന ഒരു കാര്യം നമുക്കിഷ്ടമല്ല. അങ്ങനെ താങ്ങിയുള്ള വിജയം ഒന്നും വേണ്ട. അത് ഉറച്ചൊരു തീരുമാനത്തിലാണ് ന്യൂ ഫേസിനെ മാത്രം വെച്ചിട്ട് ഇപ്പോൾ സിനിമ ചെയ്യുന്നതും ഒരുത്തന്നെയും കാലു നിൽക്കാൻ പോകാതിരിക്കുന്നതും. കാര്യം സിനിമ അത്രത്തോളം കഷ്ടപ്പെടും. കഴിവുണ്ടെങ്കിൽ ജനങ്ങൾ ഏറ്റെടുക്കും. ഉണ്ണി ആയാലും മോഹൻലാലിനെ ഏറ്റെടുത്ത പോലെ തന്നെ കഴിവുണ്ടോ? ഇപ്പം ഫിലിമൊന്നും വേണ്ട, ഇപ്പം അത്യാവശ്യം റീല് ചെയ്യുന്ന കൊച്ചു പിള്ളേർക്കൊക്കെ എത്ര ആൾക്കാരാണ് ജനങ്ങൾ ഹൃദയത്തിലേറ്റിയിരിക്കുന്നത്. പണ്ടത്തെ കാലമല്ല, ഒരുപാട് അപ്ഡേറ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഉണ്ണിയും അതേപോലെ മണ്ണിയും ഒക്കെ ഈ മാതിരിയുള്ള പോകൃത്തങ്ങളൊക്കെ കാണിച്ച് പ്രവർത്തിച്ചിരിക്കട്ടെ. അവനെയൊക്കെ കൊണ്ട് ഈ ഉണ്ണി എന്ന് പറയുന്നവനെ കൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഉപകാരമുണ്ട്? പക്ഷെ ആ ഫോട്ടോഗ്രാഫർ ഇപ്പം പോയിട്ട് ഏകദേശം ഒരു 7-8 വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായി. അപ്പം അതുകൊണ്ട് ജന്മം കൊണ്ട് തന്നെ പുണ്യം കാണണം, അല്ലെങ്കിൽ വെറുതെ വേസ്റ്റായി ഇതേപോലെ ചണ്ടി ചവറുകളായി എവിടെങ്കിലുമൊക്കെ കിടന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കേണ്ട ഒരു അഭ്യാസം വരും. ജനങ്ങളുടെ ശാപവും തെറിയും എല്ലാം കേട്ട് ജീവിക്കേണ്ട വെറും പട്ടിഷോ ആയിട്ട് മാത്രം നമ്മളെപ്പോലുള്ള ഒരു കാണേണ്ട ഒരു അവസ്ഥ വരും. അപ്പം അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ ഇതിൻ്റെ ബീജിയും ഫോളിയും ഒക്കെ ചെയ്തു. ഡോക്ടർ ബിജുവാനന്ദ കൃഷ്ണനായിരുന്നു എനിക്കൊരു പാട്ട് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോ SK സജിയുടെ സ്റ്റുഡിയോയിൽ അതിന്റെ ഡബ്ബിങ്ങും BG ഫോളിയൊക്കെ അവർ ചെയ്തു തന്നു. അതിനിടയ്ക്ക് കുറെ പ്രശ്നങ്ങളുണ്ടായി, അതിലേക്കും പുറന്നു പോകാൻ പറ്റത്തില്ല. കാര്യം കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. കാര്യം ഇതൊരു എഡിറ്ററിനെ ഞാൻ കണ്ടെത്തുന്നത് എൻ്റെ സിനിമ എല്ലാം ഷൂട്ട് ചെയ്തതിനു ശേഷം എനിക്കത് എഡിറ്റ് ചെയ്തെങ്കിലേ ഡബ് ചെയ്യാനൊക്കെ ഉള്ളൂ, BG ചെയ്യാനൊക്കെ ഉള്ളൂ, ഫോളോ ചെയ്യാനൊക്കെ ഉള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി ഏകദേശം മാസങ്ങൾ എടുത്തു. കാര്യം അവിടെ ചെന്നപ്പോൾ അവന്റെ സിസ്റ്റം i3 ആണ്. ഈ i3-ക്കകത്ത് ഈ സാധനം സിനിമ ഒന്നും ഓടത്തുമില്ല. അങ്ങനെ എന്തായാലും ഒരു വിധത്തിൽ അവൻ റഫ് ചെയ്തു. അതിനുശേഷം റെന്റൽ വേറൊരു ലാപ്ടോപ്പ് എടുത്തു. അപ്പൊ അതിന്റെ പേര് ഞാൻ അങ്ങ് മറന്നുപോയി. അങ്ങനെ ഒരു ലാപ്ടോപ്പ് ഗെയിമിംഗ് PC എടുത്തു, അതിനകത്തിട്ട് എഡിറ്റ് ചെയ്തു. അതിനകത്തൊന്നും ഔട്ട് ഇറങ്ങുന്നില്ല. അതിനുശേഷം നമ്മുടെ SK സ്റ്റുഡിയോ വന്നു. അവിടെ വേറൊരു എഡിറ്റർ ഉള്ളതിന്റെ പേരിൽ അവര് ഈ ഞാൻ കൊണ്ടുപോയ പയ്യനും അവിടുത്തെ ആ ഒരു എഡിറ്ററും തമ്മിൽ മാനസികമായി ക്രാഷ് ഉണ്ടാവുകയും അവിടെ നിന്നും വഴക്കാന്ന് പറഞ്ഞ അതിന്റെ BGയും ഫോളിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് പകുതിയായിട്ട് വീണ്ടും ഞാൻ മെഹാസ് മെഹബൂബി എന്ന് പറയുന്ന നമ്മുടെ ഓച്ചിറയുള്ള ഒരു സുഹൃത്താണ്. അത് ഞങ്ങളെ മൂവി മീഡിയ ഷമീർ ഷാ പറഞ്ഞ ഒരു സുഹൃത്തായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. പക്ഷെ അദ്ദേഹം പെർഫെക്റ്റ് ആയിട്ട് സത്യം പറഞ്ഞാല് OD+ന്റെ അവസാനം ഒരു BGM ഉണ്ട്. ഈ പടത്തിന് എന്ത് പോരായ്മയുണ്ടെങ്കിലും അതിന്റെ ഹെലിക്യാം ചെയ്ത ഒരു പയ്യനും അതിന്റെ BG ചെയ്തേക്കുന്ന പയ്യനും പക്കാണെന്നും പറയാനില്ല. ആ സിനിമയിൽ എന്ത് പോരായ്മ ഉണ്ടെങ്കിലും നിങ്ങൾ അവസാന സമയത്ത് നടക്കുന്ന ഒരു ചെറിയ ഒരു 5 മിനിറ്റോളം വരുന്ന ഒരു BGM ഉണ്ട്. ആ സാധനമുണ്ട്. ആ സാധനം നിങ്ങൾ ജസ്റ്റ് ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് നൈസിന് ഒറ്റയ്ക്ക് ഇരുന്നൊന്ന് കേട്ടു നോക്കുക. ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് സംഭവം. വല്ലാത്തൊരു ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പൊ ഇതൊക്കെ ഹിറ്റ് ആവാത്തതിന്റെ കാരണം നമുക്ക് പ്രൊമോഷൻ കൊടുത്തിട്ടില്ല, പ്രൊമോഷൻ ചെയ്യാനുള്ള പൈസ ഇല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തന്നെ ആരുമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളുടെ പടം അറിയാതെ പോയതും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ എൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി എൻ്റെ അനുഭവങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ ക്ലിക്കായ ഒരു മനുഷ്യനാണ് ഞാനെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇന്റർവ്യൂ തരാനും എൻ്റെ കാര്യങ്ങൾ കേൾക്കാനും ഒക്കെ ചിലപ്പോൾ ആയിരങ്ങൾ കണ്ടേനെ. പക്ഷേ എനിക്ക് അത്രയും താല്പര്യമൊന്നുമില്ല. കാരണം എൻ്റെ കുറേ അനുഭവങ്ങൾ പറഞ്ഞിടാനുള്ളത് ഞാൻ പറഞ്ഞിട്ടു. ആവശ്യമുള്ളവർ മാത്രം കേൾക്കും, അല്ലെങ്കിൽ ചിലർ കളിയാക്കും. നോ പ്രോബ്ലം. അപ്പം അങ്ങനെ BGയും ഫോളിയൊക്കെ കഴിഞ്ഞ് മിഹാസ് നല്ല രീതിയിൽ BGയും അതിൻ്റെ ഫോളിയും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അദ്ദേഹം ചെയ്തു തന്നു. അപ്പോൾ രണ്ടിടത്തായപ്പോൾ എവിടുന്നോ കുറച്ച് നെറ്റിൽ നിന്ന് കുറേ കോപ്പിറൈറ്റ് കയറി മ്യൂസിക്കിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്തപ്പോൾ ഇതിന് ഒരു പ്രതിഫലവും കിട്ടാത്ത ഒരു സാഹചര്യമായി. കാര്യം ഒരിടത്ത് ഞാൻ മ്യൂട്ട് മാറ്റുമ്പോൾ അടുത്തടുത്ത് കോപ്പിറൈറ്റ്. അങ്ങനെ ഒരു പടത്തിൽ 1.5 മണിക്കൂറുള്ള പടത്തിൽ നിങ്ങൾക്കറിയാം, ഒരു സെക്കൻഡ് കോപ്പിറൈറ്റ് ഉണ്ടെങ്കിലും പൈസ കിട്ടത്തില്ല, മോണിറ്റേഷൻ ആവത്തില്ല, പരസ്യം ആളാവത്തില്ല. അപ്പം അതുകൊണ്ട് അത് മ്യൂട്ട് ചെയ്യണം. അത് മ്യൂട്ട് ചെയ്യുമ്പോൾ സിനിമയുടെ പാതിഭാഗം മ്യൂട്ടായി. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം OD+ കിടക്കുന്നത്. ഞാൻ തൊടാൻ പോയിട്ടില്ല, കാര്യം തൊട്ട് കഴിഞ്ഞാൽ വലിയൊരു പണിയാവും. അതുകൊണ്ട് എന്തായാലും പ്രോജക്റ്റ് ചെയ്ത് അങ്ങനെ ഇട്ടിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം കാണാം, കാര്യങ്ങളൊക്കെ മനസ്സിലാവും, കുറേ ചിരിക്കാനും ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. ബാഹുബലി മാത്രം കാണാതെ സിനിമ തുടങ്ങുന്നവരും സിനിമ ചിന്തിക്കുന്നവരും ഒക്കെ സന്തോഷ് പാണ്ഡ്യന്റെ പടം കാണണം, പിന്നെ നസീർ സാറിന്റെ പടം കാണണം, ജയന്റെ പടം കാണണം, ഫതീർ പാഞ്ചാലി കാണണം, എന്റെ സിനിമ കാണണം, ബാക്കി എല്ലാ പടങ്ങളും കാണണം. കുറവുള്ളതും നല്ലതും കാണുമ്പോഴാണ് നമുക്ക് അതിനകത്ത് നന്മയും തിന്മയും അറിവും അനർവും ഒക്കെ ലഭിക്കുകയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു ടേസ്റ്റുള്ള ഫുഡ് മാത്രം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ലാത്ത ഫുഡും ഇടയ്ക്ക് നമ്മൾ കഴിക്കേണ്ടി വരും. അത് കുറെ പ്രായം കഴിയുമ്പോഴാണ് നമ്മളത് കഴിക്കാൻ നിർബന്ധിതനാവുന്നത്. മധുരമില്ലാത്ത ചായ, പിന്നെ ചോറ് കഴിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള അവസ്ഥയിലേക്കാവും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ നിരീക്ഷണത്തിൽ കൂടി പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ. അക്സെപ്റ്റ് ചെയ്യേണ്ടവർക്ക് അക്സെപ്റ്റ് ചെയ്യാം, തള്ളേണ്ടവർക്ക് തള്ളാം, കൊള്ളേണ്ടവർക്ക് കൊള്ളാം, അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് സൈഡ് ഞാൻ ഹൈഹോപ്സിൽ എല്ലാം കഴിഞ്ഞ് ഹൈഹോപ്സിൽ കൊടുത്തു. കാര്യം ഒരു 2 ദിവസം പ്രിവ്യൂ ഞാൻ നടത്തിയായിരുന്നു. ഒന്ന് നമ്മുടെ കരുനാഗപ്പള്ളിയിൽ കൃഷ്ണ തിയേറ്ററിൽ വെച്ചിട്ട് ഞാൻ ആ വലിയ സ്ക്രീനകത്ത് ഇട്ടിട്ട് എനിക്ക് ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ പ്രിവ്യൂ നടത്തി. അതിനുശേഷം പുതിയാവില് തരംഗത്തിലും ഞങ്ങൾ ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, കഹാർ ഫ്രണ്ട്സ് ലാൻഡ്. അപ്പൊ അദ്ദേഹം ആദ്യത്തെ പ്രിവ്യൂ ഷോ കണ്ടപ്പോൾ ഇതിന്റെ ഓഡിയോ ഒക്കെ മിക്സ് ചെയ്യാൻ പുള്ളിക്ക് സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ട്. അങ്ങനെ കഹാർ ഫ്രണ്ട്സ് ലാൻഡ് ആണ് എനിക്ക് വന്നിട്ട്
പിന്നെ ഞാൻ അന്ന് പോസ്റ്ററൊക്കെ ഞാൻ ഒറ്റയ്ക്ക് രാവിലെ എന്നിട്ട് കെട്ടുകയാണ്. കാര്യം എനിക്കത് സപ്പോർട്ട് ചെയ്യാനില്ലാത്തതുകൊണ്ട് പേരിൽ ഫ്ലെക്സ് ഒക്കെ അടിച്ചിട്ട് കൃഷ്ണ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ ഫ്ലെക്സ് കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കഹാർ ഇത് വന്ന് കാണുന്നത്. അപ്പൊ കഹാറിനൊരു അനുകമ്പ തോന്നി എൻ്റെ അടുക്കെ കൂടി അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിലിട്ട് നമ്മുടെ ഓഡിയോ ട്രാക്ക് കൊണ്ടുപോയി കറക്റ്റ് ഈക്വൽ ചെയ്തു ഒരുവിധം വൃത്തിയാക്കി. ഞങ്ങളുടെ ഒരു സ്റ്റുഡിയോ വേറൊരു സ്റ്റുഡിയോ ഉണ്ട്, അത് ആ സ്റ്റുഡിയോയുടെ പേരങ്ങ് മറന്നുപോയി. അപ്പോൾ കഹാറിന്റെ ഫ്രണ്ട്സിന്റെ സ്റ്റുഡിയോ തന്നെ. അപ്പോൾ നമ്മുടെ ഔഡി പ്ലസിനകത്ത് കുറേ പോർഷൻസ് ഉണ്ട്. അപ്പോൾ ഹരി എന്ന് പറയുന്ന നമ്മുടെ ഒരു പയ്യനുണ്ട്, അവനായിരുന്നു എഡിറ്ററായിട്ട് ഔഡി പ്ലസിലുള്ളത്. അപ്പോൾ അവനെ കൊണ്ട് തന്നെ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്യിപ്പിച്ചു. അയാൾ ഓഡിയോയും സിങ്ക് ചെയ്ത് തന്നു. അങ്ങനെയാണ് പിന്നീട് പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ ഹൈ ഹോപ്സിൽ നമ്മുടെ കഹാറും കൂടെ വന്നിട്ടാണ് കൊടുക്കുന്നത്. എഗ്രിമെന്റ് ഒക്കെ എഴുതി മേടിച്ചെങ്കിൽ ഒരു 10-15,000 രൂപ ടോട്ടലേ എനിക്ക് കിട്ടുകയുള്ളൂ. കാര്യം ടിക്കറ്റ് വെച്ചിട്ടാണ് കയറി കാണേണ്ടത്. ഇന്നത്തെ മോഹൻലാലിന്റെ പടം തന്നെ ഫ്രീ ആയിട്ട് കാണിക്കാന്ന് പറഞ്ഞാലും ആളില്ലാത്ത ഈ ഒരു കാലത്ത് എവിടെയോ കിടന്ന ഒരു മനാഫിന്റെയും കുറെ പിള്ളേരുടെയും പടം ടിക്കറ്റ് എടുത്ത് അതിന്റെ പ്രേക്ഷകരല്ല അല്ലെങ്കിൽ അതിനെ അഭിനയിച്ച ആൾക്കാരല്ലാതെ മറ്റാരും കാണത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ എന്തായാലും 19 പേരുള്ള ആദ്യത്തെ ഒരു 50 പേർക്ക് അവസരം കൊടുത്ത ഔഡി പ്ലസ് എന്ന് പറയുന്ന മൂവി, എനിക്ക് തോന്നുന്നു ഈ 50 പേരിനകത്ത് അവരുടെ പേരൻസ്, അവരുടെ കൂട്ടുകാരും അവരുടെ വീട്ടുകാരും എല്ലാം കൂടെ ഒന്ന് കാണുകയും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ 1,00,000 രൂപയുടെ പ്രൊമോഷൻ അതിനകത്തുനിന്ന് കിട്ടിയേനെ. പക്ഷേ എന്തിനോ ഒരു 10 പേരാണ്, അഭിനയിച്ചവർ ഉൾപ്പെടെ ഒരു 10 പേരാണ് ഔഡി പ്ലസ് എന്ന് പറഞ്ഞ മൂവി ഷെയർ ചെയ്തതും കമന്റ് ഇട്ടതും. അപ്പോൾ സിനിമ എത്രത്തോളം പാഷനാണ്, അവർ എത്രത്തോളം സീരിയസ് ആയിട്ടാണ് ഒരു സിനിമയെ എടുക്കുന്നതെന്ന് എനിക്കന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഔഡി പ്ലസിന്റെ തിരശീല അവിടെ വീഴുകയാണ്. പക്ഷേ വീഴുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഞങ്ങളുടെ ഔഡി പ്ലസിലെ, അത് പറയാതെ വയ്യ, എൻ്റെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് എൻ്റെ ഈ സന്തോഷം. കാര്യം ഇത്രയും നാളത്തെ ഒരു അധ്വാനം, ആദ്യ സിനിമ തിയേറ്ററിൽ റിവ്യൂ വെക്കാൻ വേണ്ടി ഞങ്ങൾ ഡേറ്റ് എടുക്കുന്നു. ഈ ഡേറ്റ് എടുക്കുന്ന സമയത്ത് BGM ചെയ്തുകൊണ്ടിരിക്കുന്ന അവസാന പോർഷനിൽ നിഹാസിന്റെ സ്റ്റുഡിയോയിൽ BG ചെയ്തുകൊണ്ടിരിക്കുന്ന അവസാനത്തെ ആ ഒരു രാത്രിയിൽ എനിക്ക് വല്ലാത്ത കിടുങ്ങലും തലവേദനയൊക്കെ ആയിട്ട് വരുന്നു. മഴ ഉറച്ചു പെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ മഴയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പിസോഡിൽ, എനിക്ക് ശരീരത്തിൽ ഭയങ്കര പ്രശ്നമാണ്. ഓവർ ഹീറ്റും ഓവർ തണുപ്പും നമുക്ക് പറ്റത്തില്ല. ഈ രണ്ട് കാലാവസ്ഥയും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ബോഡി പറ്റില്ല. എന്തോ അങ്ങനെ എനിക്ക് പ്രശ്നമുണ്ട്. അങ്ങനെ ഞങ്ങൾ വലിയ തലവേദന. അപ്പം ഈ രാത്രിയിൽ ഈ സ്റ്റുഡിയോ വിട്ട് വീട്ടിൽ പോയില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്നു പോകും എന്ന് എൻ്റെ മനസ്സ് പറയുകയാണ്. പക്ഷേ ഓപ്പോസിറ്റ് അപ്പുറത്തെ ഭാഗത്ത് ഞങ്ങളുടെ വാപ്പിക്ക് കാലിൽ മുറിവ് പറ്റി 1 മാസം കൊണ്ട് ആശുപത്രി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് എൻ്റെ ഈ കാറൊക്കെ ഉണ്ട്, നമ്മുടെ ഔഡി പ്ലസിനെടുത്ത കാറും കാര്യങ്ങളും ഒക്കെ റെന്റിനെടുത്ത് ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ സ്ഥിരം കയറ്റി ആശുപത്രി കൊണ്ടുപോയി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കോവിഡിന്റെ 2 വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്ക് എല്ലാ മരുന്നും എല്ലാം കൂടെ ആയി, ഷുഗറും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന കേസുകെട്ടിലാണ് പുള്ളിയുടെ കാലിൽ ഒരു ആണി കൊള്ളുകയും അതേപോലെ തന്നെ ഇഞ്ചക്ഷൻ എടുക്കുകയും അത് വെച്ചുകൊണ്ട് പ്രാർത്ഥന ചെയ്ത് വീണ്ടും അത് പൂപ്പലാവുകയും അതിനും ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയ ഒരു സമയത്താണ് പുള്ളിക്ക് നെഞ്ചിനൊരു ചെറിയ പ്രശ്നം വരുന്നത്. അത് പള്ളിയിലെ ഞങ്ങളുടെ തൊട്ടടുത്ത ആലന്തര തെക്കാവിന്റെ പ്രവർത്തകരെല്ലാം കൂടി വീട്ടിൽ ആട്ടോ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. പക്ഷേ ഈ വിവരം എൻ്റെ അടുക്ക് പറയുന്നില്ല. പക്ഷേ വാപ്പിക്ക് ഈ കാര്യം സംഭവിച്ച, ഞങ്ങൾ വാപ്പി വണ്ടി ഓടിച്ചിട്ടാണ് അവിടെ പോയത്, പള്ളിയിൽ പോയത്. ആ വണ്ടി അവിടെ വെച്ചിട്ടാണ്. പക്ഷേ ആ വണ്ടി എടുക്കാൻ കഴിഞ്ഞില്ല, കാര്യം പഴയ ഒരു ബൈക്കാണ്. അപ്പോൾ അങ്ങനെ ഞാൻ തലവേദന കാരണം ഈ സംഭവം ഒന്നും ഞാൻ അറിയുന്നില്ല. വീട്ടിൽ ഉമ്മ വിളിച്ച് പറഞ്ഞു, എല്ലാവരും വാപ്പാടിക്ക് പറഞ്ഞു അവൻ വെറുതെ എവിടെയെങ്കിലും പോയിരിക്കും, അവൻ വിഷമം, അവൻ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ഇരുന്നു. എന്നെ അറിയിച്ച പോലെ. പക്ഷെ ഞാൻ വീട്ടിൽ വന്നു അതിരാവിലെ എനിക്കൊരു കോൾ വരുന്നു. പെട്ടെന്ന് വീട്ടിൽ നിന്ന്, മനാഫെ മോനെ ഓടി വാടാ, വാപ്പയ്ക്ക് വയ്യ. അങ്ങനെ ഞാൻ ജസ്റ്റ് സ്റ്റുഡിയോയിൽ നിന്ന് രാത്രി വന്ന് കിടന്നതല്ലേ. രാവിലെ ഞാൻ പല്ല് പോലും തേച്ചില്ല, ഞാൻ ചെരുപ്പിട്ടില്ല, ഞാൻ മൊബൈൽ എടുത്തില്ല, ഞാൻ ഉടുത്തിരിക്കുന്ന ഒരു കൈലിയും ഒരു ഷർട്ടും ഇട്ട് മുഖം ഒന്ന് കഴിയെന്ന് തോന്നുന്നു, പല്ല് തേച്ചിട്ടില്ല. ഞാൻ ഓടി പിതാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പിതാവ് കിടക്കുകയായിരുന്നു. ചോദിച്ചപ്പോൾ രാവിലെ പ്രാർത്ഥനയ്ക്ക് എണ്ണീച്ച് ബാത്റൂമിൽ ഉളു ചെയ്യാൻ വേണ്ടി കയറിയതാണ്. അപ്പോഴത്തേക്കിനും പുള്ളി അൺബാലൻസ്ഡ് ആയി, കണ്ണൊക്കെ മുകളിലോട്ട് പോയി, വായിൽ കൂടി ഞൊരയും പതയൊക്കെ വന്നു. പെട്ടെന്ന് പിന്നെ എല്ലാവരും കൂടെ താങ്ങി പിടിച്ച് കരച്ചിലായി കട്ടിലിൽ കിടത്തിയിരിക്കുകയാണ്. ഞാൻ ചെന്ന് പെട്ടെന്ന് മുണ്ടൊക്കെ എടുത്ത് ഉടുപ്പിച്ചു. 2 സ്റ്റെപ്പ് നടത്തിയപ്പോഴേക്കും പുള്ളിയുടെ കാല് അൺബാലൻസ് ആയി, ശരീരം ഫുള്ള് അൺബാലൻസ് ആയി. പിന്നെ ഞങ്ങൾ അന്ന് വരെയും എനിക്ക് വാഹനം റെന്റിന് കിടപ്പുണ്ട്. ഞങ്ങളുടെ വാപ്പായ്ക്കോ എനിക്കൊന്നും ഒരു കാർ എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ജീവിതത്തിൽ നടന്നിട്ടില്ല, കുറെ ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ആയതുകൊണ്ട്. അങ്ങനെ തൊട്ടടുത്ത ഞങ്ങളുടെ ഒരു ഓട്ടോ പയ്യനുണ്ട്, നിയാസ് എന്നാണ് പേര്. പുള്ളിയുടെ ആട്ടോയിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുന്നു. ആദ്യത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഹാർട്ട് ബീറ്റ് നോക്കുന്നു, അവിടെ ചെറിയ വേരിയേഷൻ ഉണ്ട്. രണ്ടാമത് AM എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. അവിടെയും പറ്റാതെ കുറുപ്പ് എന്ന് പറയുന്ന ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി, ഒച്ചറയിലുള്ള. അവിടെ നിന്നും നേരെ NS ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ വെച്ചിട്ട് ആദ്യം അവർ അറ്റാക്ക് ആണെന്ന് പറയുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് കോവിഡ് ICUലേക്ക് പ്രവേശിപ്പിക്കണം എന്ന് പറയുന്നു. അങ്ങനെ കോവിഡ് ICUലേക്ക് ഞാൻ ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തു. ഞങ്ങളെ ഇവിടെ നിർത്തുന്നില്ല, കാര്യം ഞങ്ങളെ കോവിഡ് പേഷ്യന്റിന്റെ കൂടെ വന്നതിന്റെ പേരിൽ ഞങ്ങളെ ഇവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്
ഞങ്ങളെ വിടുന്നു, രാവിലെ റിസൾട്ട് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ രാവിലെ അവർ വിളിച്ച് പറയുന്ന വാർത്ത മരണപ്പെട്ടു എന്നുള്ളതായിരുന്നു. അപ്പോൾ എൻ്റെ റിലീസിൻ്റെ, അതായത് എൻ്റെ ഔഡി പ്ലസിൻ്റെ റിലീസിൻ്റെ തീയതിയിൽ, അതായത് പ്രിവ്യൂ ഷോയുടെ തീയതിയിൽ വളരെ സന്തോഷവാനായിരുന്ന ഞാൻ, എൻ്റെ പിതാവിൻ്റെ മരണമായിരുന്നു. ഒരു വല്ലാത്ത ഷോക്കെന്ന് വെച്ചാൽ എൻ്റെ പിതാവ് എനിക്കെല്ലാമായിരുന്നു. കാരണം അത്രയ്ക്കും സ്നേഹം തന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നെ ഒരുപാട് വിദ്യാഭ്യാസത്തിലേക്ക് മുൻ നിരയിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ട പാഠപുസ്തകങ്ങളൊക്കെ എടുത്തു തന്ന, പഠിക്കാനായിട്ട് ഒരുപാട് ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കോവിഡ് സമയത്തൊക്കെ തകർന്നിരുന്ന സമയത്ത് എനിക്കും കുഞ്ഞുങ്ങൾക്ക് സഹിതം ഇതിൽ പരം ഒരു സ്നേഹം തരാനില്ലാത്ത രീതിയിൽ ഞങ്ങളെ നന്നായിട്ട് നോക്കിയിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ മരിക്കുന്നതിന് 4-5 ദിവസം മുമ്പേ തന്നെ സാമ്പത്തികമായി ഞാൻ വലിയ ബാധ്യതയിലാണെന്നറിയാം. അതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കൾക്കായി പാലും ബിസ്ക്കറ്റുമൊക്കെ മേടിച്ച് തന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് തന്നുകൊണ്ടിരുന്ന ഒരു പിതാവായിരുന്നു പെട്ടെന്നൊരു യാത്രയായത്. ഒരിക്കലും താങ്ങി നിർത്താൻ പറ്റത്തില്ല മനസ്സിന്. അത്രത്തോളം ഷോക്കായിപ്പോയി ഞാൻ. കാര്യം ഒരു ഭാഗത്ത് സന്തോഷം വരുമ്പോൾ മറുഭാഗത്ത് പ്രതീക്ഷിക്കാത്ത ഒരടിയായിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ ഇന്നും മനസ്സിൽ ഭയങ്കര വേദനയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എപ്പിസോഡ് തീർച്ചയായിട്ടും ചെയ്യാം. ഒരു ആശുപത്രിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അത് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ എപ്പിസോഡിൽ ചെയ്യും. അത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു തന്നെ നിൽക്കുകയാണ്. കാര്യം ഒരുപാട് ആൾക്കാർ അങ്ങനെ വലയുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പിതാവിൻ്റെ കബറിടവും കാര്യങ്ങളുമൊക്കെ വളരെ ഭക്തിപൂർവ്വം അടക്കി പിരിഞ്ഞു. അതിനുശേഷം ഒരാഴ്ചയോളം കഴിഞ്ഞ് മനസ്സൊന്ന് തണുത്തിട്ടാണ് ആ പ്രിവ്യൂ ഷോ എങ്ങനെയെങ്കിലും നടത്തിയത്. അന്ന് എനിക്ക് സന്തോഷമുണ്ടെങ്കിലും ഒരിക്കലും സന്തോഷിക്കാൻ പറ്റാത്ത, കരഞ്ഞുകൊണ്ട് ആ സിനിമ പ്രിവ്യൂ കാണേണ്ട ഒരു നിമിഷമായിരുന്നു അത്. കാര്യം എൻ്റെ മകൻ്റെ നല്ലൊരു ഭാവി കാണാൻ ആഗ്രഹിച്ച എൻ്റെ പിതാവ്, ഞാനൊരു സിനിമ, ഒരു പ്രിവ്യൂ, തട്ടിക്കൂട്ട് ഷോ എടുത്ത് പൂർത്തിയാക്കുമ്പോഴേക്കും അദ്ദേഹം എന്നിൽ നിന്ന് വിട്ടുപോയിരുന്നു. ഇപ്പോഴും എൻ്റെ ഫോണിൽ ഫോട്ടോയുണ്ട്. പക്ഷേ അത് കാണാനുള്ള ത്രാണി നമുക്ക് വരുന്നില്ല. കാരണം അത് കാണുമ്പോഴേ ഞാൻ അടിച്ചങ്ങ് വിടും. കാരണം അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് താളം തെറ്റിപ്പോകും. കാര്യം അത്രയും പ്രിയപ്പെട്ടതായിരുന്നു എനിക്ക് എൻ്റെ മാതാവും. അപ്പോൾ പല മക്കൾക്കും അങ്ങനെ മാതാവ് പിതാവ് അങ്ങനെ ഒരു ബന്ധമില്ല. പക്ഷേ എനിക്കങ്ങനെ ഉണ്ടായിരുന്നു. പിതാവും മാതാവും ഒക്കെ ആയിട്ടുള്ള കടമകൾ കുഞ്ഞുനാൾ മുതലേ കൈക്ക് പിടിച്ചുകൊണ്ടുപോയി ഓരോ കാര്യങ്ങളും വാങ്ങിത്തന്ന, ഒരുപാട് കൊട്ടാരങ്ങളും കാറുകളും ആഡംബര ജീവിതവും ഒന്നുമില്ലെങ്കിലും ആഗ്രഹമുള്ള ഭക്ഷണം വാങ്ങിത്തന്നവൻ, വിദ്യാഭ്യാസത്തിനായി ഒരുപാട് കൈപിടിച്ച് നടത്തിയവൻ, അങ്ങനെ ഒരുപാട് തൻ്റെ മകന് വേണ്ടി ത്യാഗം അനുഭവിച്ച ഒരു പിതാവ്. ആ പിതാവിൻ്റെ വേർപാടിൽ പിന്നെ ഈ ലോകത്ത് വേറെ ഇഷ്ടമാണ് കിട്ടാനുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് വലിയൊരു എപ്പിസോഡായിരുന്നു. ഞാനത് എൻ്റെ ഔഡി പ്ലസ് എന്നവർ പറയുന്ന മൂവി അവസാനം പ്രിവ്യൂ നടത്തി ഹൈ ഹോപ്സിൽ കൊടുത്തു. പക്ഷേ വേണ്ട രീതിയിലുള്ള പ്രൊമോഷൻസ് ഒന്നും എടുത്തില്ല. അത് TV ചാനലിൽ വരാനായിട്ട് സെൻസർ ചെയ്യാൻ ഏകദേശം 80,000 രൂപ. ഇങ്ങനെ വരുന്ന ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റോ സിനിമാക്കാരോ ഫിലിം സ്റ്റാറുകളോ ഏതെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ? പക്ഷേ കുറേ ഭാഗത്ത് ചൂഷണങ്ങൾ നടപ്പുണ്ട്. ഈ സിനിമയുടെ പേരിൽ പല ആൾക്കാരും പൈസ തട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിലായിരിക്കാം ഒരു പക്ഷേ. എന്തു തന്നെയായാലും എൻ്റെ സിനിമയുടെ സക്സസിനോടൊപ്പം തന്നെ വലിയൊരു വേദനയായിരുന്നു. പക്ഷേ സിനിമയിൽ ഒരു 15,000 രൂപയ്ക്ക് അപ്പുറം യൂട്യൂബിൽ നിന്ന് പോലും ഇപ്പോൾ ഒന്നും കിട്ടാത്തൊരു സാഹചര്യമാണ്. കാരണം കോപ്പിറൈറ്റ്. അപ്പോൾ ഇതായിരുന്നു ഔഡി പ്ലസിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും. എന്തായാലും 34-35 മിനിറ്റോളമായി. ഇനി ഇതൊന്ന് ഫാസ്റ്റ് ആക്കുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 28 മിനിറ്റെങ്കിലും വീഡിയോ കാണും. അപ്പോൾ ഒരുപാട് നേരമായി. അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും മറ്റൊരു, അല്ലെങ്കിൽ കോളനിയുമായിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. മാക്സിമം മുൻ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. മറക്കാതെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ പേജും ഒന്ന് ഫോളോ ചെയ്യുക. താല്പര്യമുള്ളവർ മാത്രം, അടിച്ചേൽപ്പിച്ച് ആരെയും ക്ഷയിപ്പിക്കുന്നില്ല. കാരണം കലയെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ എന്നെ അറിയാവുന്നവർ തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. അതുവരെയും ഗുഡ് ബൈ.